ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസ. കാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSൻ്റെ ഒരു ബി ടീമാണ്. എനിക്കൊന്ന് സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത്. ഈ കഴിഞ്ഞ 9 ദിവസത്തെ അവരുടെ പ്രസ്താവനകൾ ഒന്ന് നോക്കിക്കേ. അവർ പറഞ്ഞ എന്താണ്, സിസ്റ്റർമാർ എന്തിനാണ് അവിടെ പോയി സേവനം ചെയ്യുന്നത്? സിസ്റ്റർമാർക്ക് ഇവിടെ എവിടെയെങ്കിലും സേവനം ചെയ്താൽ പോരെ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു? ആ സിസ്റ്റർമാർക്ക് അനുകൂലമായിട്ടല്ല അവർ നിലപാട് സ്വീകരിച്ചത്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവൈലബിളാണ്. അപ്പോൾ അവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്? അവരുടെ പേര് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റർമാർ രണ്ടുപേരും ക്രിസ്ത്യാനികളല്ലേ? അവരെ ആ സിസ്റ്റേഴ്സ് പീഡനം അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവരാരുടെ കൂടെയാണ് നിന്നത്? അവരെ അന്യായമായി തടങ്കലിലാക്കിയ ഭരണകൂടത്തിൻ്റെ കൂടെയാണ് അവർ നിന്നത്. ഈ ദിവസങ്ങളിൽ അവരുടെ പ്രസ്താവനകളൊക്കെ വളരെ കൃത്യമാണ്. ഇനി അവരതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, ടെക്നിക്സ് എന്തൊക്കെയാണ്? ടെക്നിക്സ് വിഭജന രാഷ്ട്രീയമാണ്. അവരെന്താ ഇവിടെ മുഴുവൻ പറയുന്നത്? അവർക്കൊരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് മുസ്ലിം വിരുദ്ധതയാണ്. മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഞങ്ങൾ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകും, ആരും മുസ്ലിംസ്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും, നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയാകും, നാളെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസ.